ഇപ്പോൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരാധമന്മാർക്ക് പൊളിക്കാനും നശിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും കൊല്ലാനും ഇതല്ലാതെ ഇവർക്കൊന്നും അറിയില്ല. കോർപ്പറേറ്റ് പണവും വർഗീയതയും സമാസമം മിക്സ് ചെയ്ത് കിട്ടിയ അധികാരവും അധികാര തുടർച്ചയും അതുമൂലം ഉണ്ടാക്കിയിട്ടുള്ള അളവറ്റ സമ്പത്ത് ഉപയോഗിച്ച് എതിർപ്പാർട്ടികളിൽ നിന്ന് നേതാക്കന്മാരെയും MLA-മാരെയും MP-മാരെയും ചാക്കിട്ട് പിടിച്ചെടുത്ത് ജനാധിപത്യത്തെ ചെവിട്ടി അരക്കുന്നതിനെ ചാണക്യതന്ത്രം എന്ന് ഓമനപ്പേരിട്ട് വിളിച്ച് വികാരമൂർച്ച അനുഭവിക്കുന്ന ഇവർക്ക് കാട്ടുകോഴിക്കെന്ത് സംക്രാന്തി എന്ന് പറയുന്ന പോലെ എന്ത് ഭരണഘടന, എന്ത് ജനാധിപത്യം, എന്ത് മനുഷ്യാവകാശം? പരമോന്നത ന്യായാധിപന്റെ വേഷമണിഞ്ഞിരുന്ന ഒരു കപട പുരോഗമനവാദി തുറന്നുവിട്ട കുപ്പിയിലെ ഭൂതം ഇന്ന് രാജ്യത്തെ ഓരോ പള്ളികളുടെയും അടിത്തറ മാന്താൻ ഒരുങ്ങി നിൽക്കുകയാണ്. അത്തരത്തിലൊന്നിൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്ത് സമാധാനപൂർവ്വം ആളുകൾ താമസിച്ചു വന്നിരുന്ന സമ്പൽ മേഖലയിൽ പുതിയൊരു പ്രശ്നമുണ്ടാക്കി അതിനെതിരെ പ്രതിഷേധിച്ചു എന്ന പേരിൽ 6 മുസ്ലിം യുവാക്കളെ വെടിവെച്ച് കൊല്ലുന്നു. ആ തോന്നിവാസത്തെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി സമ്പലിലേക്ക് യാത്ര തിരിച്ച രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഒരു സംസ്ഥാനത്തിന്റെ പോലീസ് തടഞ്ഞു വെച്ച് തിരിച്ചയക്കുന്നു. അതും തന്നെ ഒറ്റയ്ക്ക് പോലീസുകാരുടെ ഒപ്പമെങ്കിലും പ്രശ്നബാധിത സ്ഥലത്തേക്ക് വിടണം എന്നുള്ള അഭ്യർത്ഥന പോലും ചെവിക്കൊള്ളാതെ. അപ്പോൾ അത്രയും ഭീരുക്കളായ ഇവരെയാണ് പരിവാറുകാർ ധൈര്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും മൂർത്തിഭാവമായി ആരാധിച്ചു പോകുന്നത്. പ്രതിപക്ഷ നേതാവ് എന്നാൽ ഭരണാധികാരികളെ ചോദ്യം ചെയ്യാൻ വരെ ഭരണഘടനാപരമായി അവകാശമുള്ളയാളാണ്. പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കൽ ഭരണാധികാരികളുടെ ഉത്തരവാദിത്വവുമാണ്. പാർലമെന്ററി പ്രൊസീഡിങ്സിന് വേണ്ടി മാത്രമുള്ള ഒരു പദവിയല്ല പ്രതിപക്ഷ നേതാവ് എന്നത്. ക്യാബിനറ്റ് റാങ്കുള്ളയാളാണ് ഇന്ന് രാഹുൽ ഗാന്ധി. പ്രധാന ബ്യൂറോക്രാറ്റുകളെ തെരഞ്ഞെടുക്കുന്നതിൽ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പബ്ലിക് അക്കൗണ്ട്, പബ്ലിക് അണ്ടർടേക്കിംഗ്, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റികൾ തുടങ്ങിയ പല പ്രധാന കമ്മിറ്റികളിലും പ്രതിപക്ഷ നേതാവിന് അംഗമാവാൻ അവകാശമുണ്ട്. പല സ്റ്റാറ്റ്യൂട്ടറി ബോഡികളുടെയും എന്നുവെച്ചാൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ലോക്പാൽ തുടങ്ങിയവയിലെല്ലാം അദ്ദേഹം അംഗമാണ്. പലപ്പോഴും ലീഡർ ഓഫ് ഓപ്പോസിഷന് ഒരു ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്നുകൂടി അർത്ഥമുണ്ട്. എന്നാൽ ഇത്രയൊക്കെ പദവികൾ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ ഭരണകൂടം ഒരു തരത്തിലും അതിനെ വകവെക്കാത്ത ജനാധിപത്യ വിരുദ്ധരാണ് എന്നതാണ് യാഥാർത്ഥ്യം. സ്വാതന്ത്ര്യദിന പരേഡിന് പോലും പ്രതിപക്ഷ നേതാവിന് മുന്നിൽ സീറ്റ് നൽകാത്ത അല്പനാണ് പരിവാരത്തിന്റെ ഇപ്പോഴത്തെ തലതൊട്ടപ്പൻ. ഇപ്പോഴും രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവായി ഇവർക്ക് അംഗീകരിക്കാനുള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷത്തോളം കഴിഞ്ഞ 2 ടേമുകളിലായിട്ട് മോഡിയും പരിവാരങ്ങളും ഭരിച്ചത് ഒരാളും ചോദ്യം ചോദിക്കാനില്ലാതെയാണ്. പ്രതിപക്ഷമില്ല, പ്രതിപക്ഷ നേതാവില്ല, പ്രതിപക്ഷത്തിന് സ്ട്രെങ്ത് ഇല്ല. അതിന്റെ ഫലമായാണ് ഇപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവിന് കൊടുക്കേണ്ട ഭരണഘടനാപരമായ അവകാശങ്ങളും അധികാരങ്ങളും ഇപ്പോഴും രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാൻ മോഡിക്കും കൂട്ടർക്കും താല്പര്യമില്ലാത്തത്. എന്നുവെച്ചാൽ ശക്തമായ പ്രതിപക്ഷമില്ലാതെ, പ്രതിപക്ഷ നേതാവില്ലാതെ 10 കൊല്ലം ഭരിച്ചതിന്റെ ഹാങ് ഓവറിൽ നിന്നും മോഡിയും പരിവാരവും ഇനിയും മുക്തരായിട്ടില്ല. 1.5 കൊല്ലത്തിലധികമായി കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരാൻ അറിയാത്ത ഇവരൊക്കെയാണ് ബംഗ്ലാദേശിലോട്ട് എത്തി നോക്കി അവിടെ സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നത്. മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരുന്നത് പോട്ടെ, അവിടെ ഒന്ന് സന്ദർശിക്കാൻ പോലും ധൈര്യമില്ലാത്ത ഭീരുവാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനം സമ്പലിലെ ക്രമസമാധാന നില തകർക്കുമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചിരിക്കുന്നത്. നമുക്ക് ഇന്ത്യക്കാരുടെയും മറ്റുള്ള രാജ്യക്കാരുടെയും ജനാധിപത്യത്തിന്റെ ആ ഒരു ബോധം അളക്കാൻ വേണ്ടി അമേരിക്കയിൽ പണ്ടുണ്ടായ ഒരു സംഭവത്തെ എടുക്കാം. ജോർജ് ഫ്ലോയിഡ് എന്നൊരു കറുത്തവർഗക്കാരനെ അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോക്ക് ചെയ്ത് കൊല്ലുകയും തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടതിനു ശേഷം അതിനെതിരെ ആ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും കറുത്തവർഗക്കാരായ ആളുകൾക്ക് പുറമെ വെള്ളക്കാരും മറ്റ് എത്നിക് ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകൾ പോലും പ്രതിഷേധവും പ്രകടനവുമായി അണിനിരന്നിരുന്നു. അതൊരു ജനാധിപത്യ ബോധമുള്ള സമൂഹത്തിൻ്റെ ഒരു പ്രതികരണമാണ്. എന്നാൽ ഇന്ത്യയിൽ ഇതുപോലെ മോബ് ലിഞ്ചിങ് നടത്തിയിട്ട് എത്രയെത്ര ദളിതരെയും മുസ്ലിങ്ങളെയും പ്രത്യേകിച്ച് കൊന്നിട്ടുണ്ട്. അതിനെതിരെ ഇന്ത്യയിൽ എന്ത് പ്രതിഷേധമാണ് ഇത്രയും കാലം നടന്നിട്ടുള്ളത്? അപ്പം അതാണ് പറയുന്നത്, അമേരിക്കക്കാരെയും ഇന്ത്യക്കാരെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ജനാധിപത്യ ബോധത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കാരൊക്കെ എത്രയധികം പിറകിലാണ് എന്നത്. ഒരു കറുത്തവർഗക്കാരന് വേണ്ടി അവിടെ തെരുവിലിറങ്ങാൻ ഒരു വെള്ളക്കാരന് ഒന്നും പ്രശ്നമില്ലായിരുന്നു. അവരുടെ തൊലിയുടെ നിറമോ ജാതിയോ മതമോ ഒന്നും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇതുപോലെ ഒരു 6 മുസ്ലിങ്ങളെ ഒരു പള്ളിയുടെ സർവേക്കെതിരെ പ്രതികരിച്ചു എന്നതിൻ്റെ പേരിൽ വെടിവെച്ച് കൊന്നിട്ട് എന്തുതരം പ്രതിഷേധമാണ് നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുള്ളത്? ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ കാണുന്ന കുറച്ച് പ്രതിഷേധങ്ങളും ചില ഒറ്റപ്പെട്ട പ്രകടനങ്ങളും മാത്രം, അല്ലാതൊന്നുമില്ല. എന്നിരുന്നാലും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ആ സംഭവവുമായി ബന്ധപ്പെട്ട് സമ്പലിലേക്ക് യാത്ര തിരിക്കാനുണ്ടായ സാഹചര്യം ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ നമ്മളുടെ ഔന്നിത്യം കൂട്ടുന്ന ഒരു സംഗതിയാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഭരണവർഗത്തിനെതിരെ പ്രതികരിക്കാൻ പ്രതിപക്ഷത്തുള്ള ആളുകളെങ്കിലും മുന്നിട്ട് വരണം. അത്തരത്തിലൊരു കാര്യം ചെയ്ത രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നമുക്ക് അഭിവാദ്യം അർപ്പിക്കാം.